അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കുകയെന്ന്. സോ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്താൽ കാലത്തോട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് സ്റ്റിൽ ഇപ്പോഴും ഒരു ബെയറിഷ് ടെൻഡൻസി തന്നെയാണ് കാണിക്കുന്നത്. പ്രൈസ് ഒരു മച്ച് പുഷ് എന്ന് കിട്ടുന്നില്ല. സോ ക്യാൻഡിൽസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ക്യാൻഡിൽ നല്ല രീതിയിലുള്ള വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഫോം ആയിരിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് മാക്സ് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ഗോൾഡിൽ ഒരു അപ്ഡേറ്റ് തന്നായിരുന്നു അല്ലേ. സോ ഒരു ഷോർട്ട് ടൈം ബുള്ളിഷ് ആണെന്ന് നമ്മൾ പറഞ്ഞ്. ആൻഡ് കഴിഞ്ഞ ഒരു മൺഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിഡൻ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു. ആ ബൈ റിയാക്ഷൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് കാലത്ത് നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബൈ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ആയിരുന്നു നമ്മൾ ആ എൻട്രി ഐഡൻറ്റിഫൈ ചെയ്തത്. ഓൾറെഡി നമ്മളുടെ TP1 അത് അടിച്ചിട്ടുണ്ട്. ഇനി അത് ഫൈനൽ TPക്ക് വേണ്ടി നമ്മളെന്താ വെയിറ്റ് ചെയ്യാണ്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ TP, അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡലിലെ ഹൈ ആണ് നമ്മളുടെ ഫൈനൽ ടാർഗറ്റായിട്ട് അത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് TP വന്നത് ഈ കാണുന്ന ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയോടെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഫസ്റ്റ് TP നമ്മൾ വെച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ലെവൽ ഏതാണ് നമുക്കൊരു മാർക്കറ്റിൽ എവിടെ ബൈ ചെയ്യുക എവിടെ സെല് ചെയ്യുക നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ഇപ്പോഴും ഒരു ബെയറിഷ് ടെൻഡൻസി തന്നെയാണ് കാണിക്കുന്നത്. പ്രൈസ് ഒരു മച്ച് പുഷ് എന്ന് കിട്ടുന്നില്ല. സോ ക്യാൻഡിൽസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ക്യാൻഡിൽ നല്ല രീതിയിലുള്ള വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഫോം ആയിരിക്കുന്നത്. ആൻഡ് ഒരു സെല്ല് എടുക്കാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 4353 എന്ന് പറഞ്ഞൊരു ഏരിയ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഒരു സെൽ കൺഫർമേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ കാണുന്ന 4288 ലെവൽ വരെ ഈ നമുക്ക് ആ സെല്ല് കണ്ടിന്യൂ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതല്ല ഈ ഒരു ഏരിയ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 1 ഹവറിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവൽസ് ഉണ്ട്. സോ ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു സെല്ല് പ്രതീക്ഷിക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട് 1 ഹവറിൻ്റെ തന്നെ. ഈ ഏരിയയിൽ നിന്ന് തന്നെയാണ് ലാസ്റ്റ് NFPക്ക് ഈ ഏരിയയിൽ നിന്നാണ് പ്രൈസ് ഫോൾ ആയത്. സോ അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് പിന്നെയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഫോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുമ്പ് തന്നെ പ്രൈസ് വീഴുമെന്ന് തന്നെയാണ് നമ്മളുടെ അനാലിസിസ്. സോ പ്യുവർലി മാർക്കറ്റ് സെൽ സൈഡിൽ തന്നെയാണ്. അപ്പോൾ സെല്ലിലേക്ക് കിട്ടുന്ന ഓരോ ചാൻസും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഗ്രാബ് ചെയ്യുക. ആൻഡ് ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള TP ബുക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ നമുക്കിനി യൂറോ USD കിടക്കാം. അപ്പോൾ യൂറോ USD നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഒരു ഡെയിലിയുടെ ഡിമാൻഡ് ലെവലിലാണ് പ്രൈസ് നിന്നത് അല്ലേ. ലാസ്റ്റ് ഡേയ്സ് ആ ഡിമാൻഡ് ലെവൽ സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കുകയെന്ന്. സോ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്താൽ കാലത്തോട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യൂറോ USD നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് യൂറോ USD. നമുക്ക് ഈ കാണുന്ന ഒരു 1 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോ ലെവലിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്നൊരു സെൽ കണ്ടിന്യൂഷൻ തന്നെ കാണാനായിട്ട് സാധിക്കും. അതല്ല ഈ കാണുന്നത് ഒരു റിജക്ഷൻ ലൈനാണ്, ഈ കാണുന്നൊരു ബ്ലൂ ലൈൻ. അപ്പോൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അവിടെ നിന്നൊരു സെൽ ഓഫ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ കാണുന്ന ലോ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു സെൽ കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ കാണുന്ന 1.14 ലെവലിലേക്ക് വരെ സെല്ല് കണ്ടിന്യൂ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ആൻഡ് ബൈ ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ബൈ വീക്കായിട്ട് തന്നെയാണ് കാണുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് നല്ലൊരു ബൈ സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള TPയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സെല്ലിൽ കിട്ടുന്ന എല്ലാ ചാൻസും നിങ്ങൾക്ക് എടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ്. നാളെ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.